വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് UK ബ്ലാക്ക് പൂളിലെ സൂ ആണ്. അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പാർക്കിങ്ങിന് ഇവിടെ പേയ്മെൻ്റ് ഉണ്ട്. 4.5 പൗണ്ട് പേയ്മെൻറ്റ് വരും. അപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കിട്ടുന്ന സ്ലിപ്പ് വണ്ടിയിൽ ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ ബ്ലാക്ക് പൂളിലുള്ള ലോക്കൽ ആളുകൾക്കാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഏതാണ്ട് മാർച്ച് മാസം 27 പൗണ്ടാണ് രണ്ടാൾക്ക് വരുന്നത്. അല്ലാതെ നോർമൽ പ്രൈസ് വരുന്നത് 47 പൗണ്ടാണ് രണ്ടാൾക്ക്. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മളകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊരു മാപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഈ സൂ മൊത്തം കാണാനുള്ള റൂട്ട് മാപ്പ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ ആമ കിടക്കുന്ന കൂടാണ്. ഇപ്പോൾ പണ്ട് ഇവിടെ ഒരാൾക്ക് മുകളിൽ കയറിയിരിക്കാൻ പാകത്തിന് വലിപ്പമുള്ള ഒരാമ ഇവിടെ ഉണ്ടായിരുന്നു. അത് ചത്തുപോയി. ഇപ്പോൾ കിടക്കുന്നതെല്ലാം അത്യാവശ്യം ഒരു വലിപ്പമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലുതല്ല. അങ്ങനത്തെ കുറച്ച് ആമകളാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ആമ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് ഏഷ്യൻ ആന കിടക്കുന്ന കൂടും ജുറാസിക് പാർക്കിൻ്റെ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർക്കുമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ ആന കിടക്കുന്ന കൂട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടുന്ന് നമ്മൾ ഈ വഴി നമ്മൾ നേരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കിടക്കുന്ന സ്ഥലത്ത് നമ്മളെത്തും. അപ്പോൾ ഇത് ആനയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, അത്യാവശ്യം നടക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇതുങ്ങൾ കിടക്കുന്നൊരു ഷെഡ് പോലെ. അതായത് വലിയ കൂടാണ്. ചെങ്ങലക്കിട്ടിരിക്കുകയോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ പോലെ ചെങ്ങലക്കിട്ടേക്കൊന്നുമല്ല, അഴിച്ചു വിട്ടിരിക്കുകയാണ് ഇതിനകത്ത് വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടിൻ്റെ അടിയിൽ നിറയെ മണൽ വിരിച്ചിരിക്കുകയാണ്. പിന്നെ ഇതുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വൈക്കോൽ മുകളിൽ നിന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. അതായത് തുമ്പിക്കൈ പൊക്കി അതുങ്ങൾക്ക് വലിച്ചു ഊരി കഴിക്കാൻ പാകത്തിന് ഇട്ടിരിക്കുകയാണ് അവിടെ. ഇവിടെയുള്ള എല്ലാ ആനകളെയും ചെങ്ങലയൊന്നും ഇടാതെ അഴിച്ചു വിട്ടേക്കാണ്. അപ്പം ഇതുങ്ങൾക്ക് യഥേഷ്ടം പുറത്തേക്കൂടെ നടക്കാം. അതായത് വെള്ളത്തിൽ കുളിക്കണവർക്ക് കുളിക്കാം. തണുപ്പായതുകൊണ്ട് തന്നെ വെയിൽ വരുമ്പോൾ വെയിൽ കൊണ്ട് നടക്കാം. മടുക്കുമ്പോൾ ഈ ഷെഡിനകത്തേക്ക് കയറാം. ഇവിടെ തീറ്റയുണ്ട്, വെള്ളമുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇതുങ്ങളെ തേച്ചുരുമ്മി കുളിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഉള്ളത് ആനയുടെ വലിയൊരു തലയോട്ടി. അതൊരു ചില്ലുകൂടിനുള്ളിൽ നമുക്ക് കാണാൻ പാകത്തിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിനകത്ത് ആനയുടെ പല്ല് കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ അടിയിൽ വലിയൊരു തലയോട്ടിയാണ്. ഇതിപ്പോൾ വീഡിയോയിൽ നമുക്ക് എത്രത്തോളം വലുപ്പത്തിൽ കാണാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല വലിപ്പമുള്ളൊരു തലയോട്ടിയാണ് അതവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ട് പഠിക്കാൻ പാകത്തിന് ആനയുടെ പിക്ചറൊക്കെ കൊടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ജുറാസിക് പാർക്ക് സിനിമയുടെ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പാർക്കിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലിയ ദിനോസറിൻ്റെ വലിയ പ്രതിമകൾ കാണാം. അപ്പോൾ അത് വെറുതെ പ്രതിമയല്ല, ചലിക്കുന്ന രീതിയിൽ
സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി കാണാം, അതുപോലെയുള്ള പ്രതിമകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതിങ്ങനെ ചെറിയ സൗണ്ട് ഉണ്ടാക്കും, കയ്യും കാലൊക്കെ എടുത്ത് അനങ്ങുന്ന രീതിയിലും അങ്ങനെയൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു കൗതുക കാഴ്ചയായിരിക്കും. ഇതുങ്ങൾ അനങ്ങുമ്പോൾ ശരിക്കുമുള്ളൊരു മൃഗങ്ങൾ അനങ്ങുന്ന പോലെയൊക്കെ തോന്നും. ഇവിടെ വന്ന് ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നിപ്പോവും ഇതിന് ജീവനുണ്ടോ എന്നുള്ളത്. ആ രീതിയിലാണ് ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ ഫുഡ് കഴിക്കാനും വാങ്ങിക്കാനും എല്ലാം ഉള്ള സൗകര്യമുള്ളൊരു സ്ഥലമുണ്ട്. ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബേഡ്സിൻ്റെ ഷോ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ വഴി നമ്മൾ നേരെ നടക്കുക. ഇടത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുരങ്ങന്മാർ കിടക്കുന്ന കൂട് അത് കാണാം. പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുവ കിടക്കുന്ന കൂടുമുണ്ട്. അപ്പം നേരെ നമ്മൾ കുരങ്ങന്മാരൊക്കെ കിടക്കുന്ന ഒരു കൂട്ടിലേക്ക് ചെല്ലാം. അപ്പോൾ ഇവിടെ ഇത് ഒരെണ്ണം മാത്രമല്ല, ഒത്തിരി ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ മേളിൽ കയറിയിരിക്കും. അപ്പോൾ നമുക്കത് വീഡിയോയിൽ ശരിക്കും കാണത്തില്ല. അപ്പോൾ വീഡിയോയിൽ കാണാൻ പാകത്തിന് ഒരാൾ മുമ്പിൽ വന്നിരുന്ന് കഴിയുമ്പോൾ വീഡിയോ എടുത്താണ്. പിന്നെ നമ്മൾ ചെല്ലുന്നത് കടുവ കിടക്കുന്ന കൂട്ടിലേക്കാണ്. ഇതുപോലെ എല്ലാ മൃഗങ്ങളുടെ കൂടിന് മുമ്പിലും അതുങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഈ കടുവ ചത്ത് കിടക്കണതൊന്നും അല്ല കേട്ടോ, അതിന് ജീവനുണ്ട്, അത് കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പോൾ ചെന്നപ്പോൾ മുതൽ ആശാൻ ഈ ഉറക്കം തന്നെ ഉറക്കമാണ്. ഒന്ന് എണിച്ച് നിൽക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നോക്കി, പക്ഷേ ഉറക്കം തന്നെയാണ്, ഫുൾ ടൈം ഉറക്കമാണ് ആശാൻ. പിന്നെ ഇവർക്ക് ഫീഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ചെന്നാൽ കാണാം നമുക്ക് എണീച്ച് നിൽക്കുന്നത്. അടുത്തത് നമ്മുടെ ജിറാഫ് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെയും ജിറാഫിന് ഫീഡ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള സമയം ഫീഡ് ചെയ്യണത് എപ്പോഴാണെന്നുള്ളത് അറിയണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു ടൈം ടേബിൾ പോലെ ഓരോ മൃഗങ്ങൾക്കും ഏത് സമയത്താണ് ഫീഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് വേണം നമ്മൾ സൂവിൽ വന്ന് മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ആ സമയം അനുസരിച്ച് നമ്മൾ കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ സംഭവിക്കണത് എന്നാന്ന് വെച്ചപ്പോൾ നമ്മൾ കടുവേനെ കണ്ടില്ലേ, കടുവേനെ കണ്ടപ്പോൾ കടുവ കിടന്നുറങ്ങുക. അപ്പോൾ ആ ഫീഡ് ചെയ്യുന്ന ടൈമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുങ്ങൾ എണിച്ച് നടക്കുന്നതും നമുക്കൊത്തിരി അടുത്തൊക്കെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മൃഗങ്ങൾ എവിടെയെങ്കിലും കിടന്നുറങ്ങുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് പോയി കിടക്കുമോ നമുക്കങ്ങനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പം കൃത്യമായിട്ട് ആ ടൈം ടേബിൾ നോക്കി അതനുസരിച്ച് എല്ലാ കൂടുകളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മൃഗങ്ങളെയും വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സൂവിൽ പോയതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതാണ് ടൈം ടേബിൾ നോക്കാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒന്നിനെ നമുക്ക്
നേരെ ചൊവ്വേ കാണാൻ സാധിക്കില്ല എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് കുരങ്ങന്മാർ, വെറൈറ്റി കുരങ്ങുകളൊക്കെ കിടക്കുന്ന കൂടാണ്. അപ്പോൾ ഇതുങ്ങൾ ഈ കൂട്ടി കിടന്നിട്ട് ജനൽ പോലെയുള്ള ഭാഗത്തേക്കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത് നേരെ പുറത്തേക്ക് പോകുന്നതല്ല, അതിൻ്റെ ബാക്കിൽ ഗ്രില്ലിട്ടിരിക്കുന്ന വലിയൊരു കൂടുണ്ട്. അപ്പോൾ ആ കൂടിൻ്റെ അകത്തേക്ക് ഇറങ്ങി പോണതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വെയിലടിക്കാനും മഴ കൊള്ളാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ പുറത്തേക്ക് കടന്നു പോകാനും സാധിക്കില്ല. ആ രീതിയിൽ വലിയൊരു ഗ്രില്ലിട്ടൊരു വലിയ കൂട് അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇതുപോലെ ഒത്തിരി കൂടുകളുണ്ട്, വെറൈറ്റി കുരങ്ങുകളുള്ള. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഫാം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പെറ്റായിട്ടുള്ള അനിമൽസിനെ ഇട്ടിരിക്കുന്ന ഏരിയയാണ്. ഇവിടെ കഴുതയുണ്ട്, ചെമ്മരിയാടുണ്ട്, പിന്നെ പന്നിയുണ്ട്, ഗിനിപ്പന്നിയുണ്ട്, പിന്നെ വേറെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുങ്ങളൊക്കെ നമുക്ക് പിടിക്കാനും അതിനൊക്കെ പറ്റും, നമുക്ക് തലോടാം, അതുങ്ങൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. ഈ പന്നീനെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. വീഡിയോയിൽ എത്രത്തോളം ഭംഗിയിൽ കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. നമ്മൾ പെയിൻ്റ് അടിച്ചു വിട്ട മാതിരി ഇരിക്കും, മനുഷ്യൻ പെയിൻ്റ് അടിച്ചു വിട്ട മാതിരിയാണ് അതിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് തൊട്ട് നോക്കാം, ഉപദ്രവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്ത് കളയാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൈയും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്ത് വെച്ച് ഇറങ്ങണം. ഒരുപാട് ആളുകൾ വന്നിട്ട് തൊടുവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കൈയൊക്കെ കഴുകി കളഞ്ഞിട്ട് ഇറങ്ങണം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഫ്ലൈയിങ് ഡക്കൊക്കെ പോലെ ഇരിക്കുന്ന ഒരു പക്ഷിയാണ്. ആശാൻ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നേക്കുന്നതാണ്. ഇപ്പോൾ ആളുകൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഏരിയയിൽ എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നേക്കുന്നതാണ്. അതായത് ഇതുങ്ങളൊക്കെ ഒരു വലിയ ഓപ്പണായിട്ടുള്ളൊരു സ്പേസിലിട്ടേക്കുന്ന. അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ നിന്ന് 2 ഇറങ്ങി വന്നേക്കുന്നതാണ്. അപ്പോൾ തിരിച്ച് കൂട്ടി തന്നെ പോവുമായിരിക്കും. ഇപ്പോൾ ഇതിലേക്ക് നടക്കുന്നുണ്ട്, ആരും ഉപദ്രവിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ലയണിൻ്റെ ഷോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഷോയ്ക്കും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ടൈം ടേബിൾ നോക്കി ആ ടൈം അനുസരിച്ച് വന്നാൽ മാത്രമാണ് നമുക്ക് ഇതും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ആ കറക്റ്റ് ടൈമിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കയറിയിരിക്കാം. ഇപ്പോൾ ഇതുങ്ങളെ വെച്ചിട്ടുള്ള ഓരോ ഷോ നമുക്കവിടെ കാണാൻ പറ്റും. ഫുട്ബോൾ കൊടുത്തിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്, അതല്ലാതെ ഇതുങ്ങൾ നീന്തുന്നത്, അങ്ങനെ ഒരുപാട് ട്രിക്സൊക്കെ ഇതുങ്ങൾ വെച്ച് അവിടെ കാണിക്കും. അപ്പം നമുക്ക് അതിൻ്റെ സമയം അനുസരിച്ച് നമ്മൾ ചെല്ലുവാണെങ്കിൽ നമുക്കവിടെ ഇരുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ സമയത്തിന് ചെന്നില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം ആ സമയം അനുസരിച്ച് ചെല്ലുക. അപ്പോൾ നമുക്കവിടെ ഇരുന്ന് കാണാൻ പറ്റും മൊത്തം ഷോയും. സീ ലയൺ കിടക്കുന്ന കൂടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പെൻഗിൻ്റെ കൂടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഗിൻ കിടക്കുന്നതും കാണാം. അപ്പോൾ അവിടെ വലിയ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുങ്ങൾ അത് നീന്തുന്നതും എല്ലാം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അടുത്തത് നമ്മൾ പോകുന്നത് സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ്. ഇപ്പോൾ ഈ സമയത്താണ് അവിടെ
സിംഹത്തിന് ഫീഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് അതുങ്ങളെ ഫീഡ് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മളവിടെ എത്താൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്ന ഒരു ഏരിയയിൽ നിൽക്കാനൊക്കെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആളുകളുടെ തിരക്ക് മൂലം നിൽക്കാൻ പറ്റില്ല, തിരക്കുള്ള സമയത്താണെങ്കിൽ. തിരക്കില്ലാത്തപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇവർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴീനെ കൊന്നിട്ട് അവിടെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ സിംഹം അവിടെ കൂട്ടി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇവർ ആ കൂട് തുറന്നു വിടും. സിംഹത്തിനും ഈ പറഞ്ഞ പോലെ ആനകളിട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു വലിയൊരു ഏരിയ ഇതുങ്ങൾക്ക് നടക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ മരവും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വനത്തിലെ അതേ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂടാണിത്. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ചാടിക്കയറാം. ഇതുപോലെ ഇവരെ കൃത്യമായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഈ കൂടിൻ്റെ പല സൈഡിലായിട്ട് വലിയ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും.
കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ കുറച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കിളികൾ കിടക്കുന്ന കൂടുകളുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പൺ സ്പേസ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നെറ്റൊക്കെ ഇട്ടിട്ട് മൊത്തം കവർ ചെയ്ത് ഇത് നിങ്ങൾക്കൊന്ന് പറന്ന് കിടക്കാം. ഉള്ളിൽ ചെറിയൊരു വെള്ളച്ചാട്ടവും മരങ്ങളും ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഒരു നാച്ചുറലി എങ്ങനെ നിൽക്കുന്നോ ആ രീതിക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ കൂടാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറന്ന് നടക്കാം. അതിനകത്ത് വെയിൽ കൊള്ളാം, മഴ കൊള്ളാം. പിന്നെ അതുങ്ങൾക്ക് ചെറിയ കൂട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്, മുട്ടയിടാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മുമ്പോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തത്തകളൊക്കെ കിടക്കുന്ന വലിയൊരു കൂടുണ്ട്. ആ കൂടും ഇതുപോലെ തന്നെ വലിയ മരമൊക്കെ സെറ്റ് ചെയ്ത് അതുങ്ങൾക്ക് വനത്തിൽ പറന്ന് നടക്കുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്ന രീതിക്കാണ് കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കിളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗൊറില്ല കിടക്കുന്ന ഒരു കൂടുണ്ട്. ഈ ഗൊറില്ല കിടക്കുന്ന കൂട് ശരിക്കും പറഞ്ഞാൽ സീ ലയണിൻ്റെ ഷോ നടക്കുന്ന അതിന് തൊട്ടടുത്താണ് ഗൊറില്ല കിടക്കുന്ന കൂടൊക്കെ. അവിടെ ഗൊറില്ല മാത്രമല്ല, ഈ ഒറാങ്കുട്ടൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് വേറെ കൂടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൊറില്ല ഒത്തിരി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും അതിൽ തൂങ്ങി മേളിലേക്ക് കയറുന്നതും എല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ചില സമയത്ത് ഗ്ലാസ്സിനോട് ചേർന്ന് വന്നിരിക്കും. അപ്പോൾ നമ്മൾ കൈയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ കൈയൊക്കെ എടുത്ത് പൊക്കും. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ കാണാം. പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയാൽ കാണാൻ സാധിക്കുന്ന ഒരു ഫ്ലമിഗോ എന്ന് പറഞ്ഞിട്ടൊരു ബേഡ് കിടക്കുന്ന വലിയ കൂടാണ്. അപ്പോൾ അതൊരു വലിയ കുളം, അതിൻ്റെ നടുക്ക് കോൺക്രീറ്റൊക്കെ ചെയ്ത് ഇതുങ്ങൾക്ക് നിൽക്കാൻ പാകത്തിനൊക്കെയുള്ള സൗകര്യത്തിന് വലിയൊരു കൂടുണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുങ്ങളെ നല്ല ഓറഞ്ച് കളറിലിരിക്കും, നല്ല രസമാണ്. ഇപ്പോൾ വീഡിയോ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണാൻ.
അടുത്തത് നമുക്ക് കിടക്കുന്നത് പെലിക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ബേഡാണ്. ഇതിനെ വീഡിയോയിൽ കാണുന്നതിലും വളരെ മനോഹരമാണ് നേരിട്ട് കാണാൻ. വീഡിയോയിൽ വൈറ്റ് കളറിലാണ് ഇത് കാണുന്നത്, പക്ഷെ ഇത് ഒരു യെല്ലോ ഷെയ്ഡോടെയൊക്കെ കൂടിയിട്ടാണ് ഇതിനെ നേരിട്ട് കാണുമ്പോൾ. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഈ കാണുന്ന പോലെയല്ല, ഇതിലും നമുക്ക് വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അതുങ്ങളെ പിടിക്കാൻ തോന്നും. ആ രീതിയിൽ കാണാൻ നല്ല ഭംഗിയുള്ള ബേഡ. ഭയങ്കരമായിട്ട് നിങ്ങളിങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ട് നടക്കും, നല്ല സൗണ്ട് ഉണ്ടാക്കും. എൻ്റെ കൊക്കിനൊക്കെ നല്ല നീളമുണ്ട്. ഒരു കുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ വരെ തുളഞ്ഞു പോകും. നല്ല പോയിൻ്റ് രീതിയിലാണ് അതിൻ്റെ ചുണ്ടൊക്കെ ഇരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കുറച്ച് ബേഡ്സ് കിടക്കുന്ന വലിയൊരു കൂട്ടിലേക്കാണ്. അത് വലിയ കൂടാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇതുപോലെ മക്കാവിനൊക്കെ ഇട്ടിരിക്കുന്ന വേറൊരു ചെറിയ കൂടുണ്ട്. ചെറിയ കൂടെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, വലിയ കൂടാണ്. ഇതിനേക്കാൾ വലിയ കൂടാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതിനകത്ത് ഒരുപാട് ബേഡ്സ് അകത്തുണ്ട്. അപ്പോൾ ഇതാണ് ആ വലിയ കൂട്. ഇത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിളികൾക്ക് പറന്ന് നടക്കാം, ഒത്തിരി ഏരിയ ഉണ്ട്. പിന്നെ താഴത്ത് നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിലുള്ള കുളങ്ങൾ, മരങ്ങൾ, ചെടികൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽക്കൂടെ ജീവിക്കുന്ന താറാവനത്തിൽപ്പെട്ട ബേഡ്സ് ഒത്തിരി ഉണ്ട്. അരയന്നം, താറാവ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ ചീങ്കണ്ണിയൊക്കെ കിടക്കുന്ന കൂടുണ്ട്. അപ്പോൾ അതുങ്ങൾ അനങ്ങണമൊന്നുമില്ല, പ്രതിമയൊന്നുമല്ല, ഒറിജിനലാണ്. പക്ഷേ അതിങ്ങനെ അനങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയ ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മൃഗങ്ങളുടെ ചെറിയ കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ, പിള്ളേർക്ക് പറ്റിയ സാധനങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ, സംഭവങ്ങൾ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ